മോഹൻലാൽ തന്ത്രപൂർവമായിട്ട് ഊരിയതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാര്യം അദ്ദേഹം ഊരിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കച്ചവടം പൂട്ടി താക്കോലിട്ട് പോകേണ്ടി വരും. കാര്യം അദ്ദേഹമാണ് ശരിക്കും കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹമാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അതായത് എവിടെ തല വെക്കണോ തല വെക്കരുത് എവിടെ എന്നുള്ളത് വളരെ കൃത്യമായി അറിയുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. മീഡിയയിൽ കമന്റുകളിൽ കാണുന്നുണ്ട്. അതായത് ഞങ്ങൾ സംഘം നിങ്ങളുടെ പടം നിരസിക്കും, അല്ലെങ്കിൽ സംഘം നിങ്ങളുടെ പടം വിജയിക്കും. കുറച്ചു കഴിഞ്ഞാൽ ഈ മോഹൻലാലിന്റെ അട്ടിപ്പേറവകാശം ഏറ്റെടുത്ത് പറയും. ബാബു അവിടെ സെലിബ്രിറ്റി ഷോ ആണോ നടത്തിയത്? അയോധ്യയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി ഈ രാജ്യത്താകെ കുട്ടിച്ചോറാക്കി അതിലൂടെ അധികാരത്തിൽ എത്തിപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന നദ്ദ എവിടെ? ബിജെപിക്കാർ മറുപടി പറയണം. എന്തുകൊണ്ട് പോയില്ല? ഈ ചോദ്യത്തിന് ബിജെപിക്കാർ മറുപടി പറയണം. ഈ ചോദ്യമല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കേണ്ടത്? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കച്ചവടം ലാഭമാകുമ്പോൾ ആരാണ് കച്ചവടം ചെയ്തത് എന്നുള്ള സംഭവം ഉണ്ടാവും. ചിലപ്പോൾ എന്തോ ഒരു പൊട്ടിത്തെറി ശരിക്കും BJP-യിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാര്യം ഇല്ലെങ്കിൽ നദ്ദ ശരിക്കും എന്തുകൊണ്ട് ഡൽഹിയിലിരുന്നു? നദ്ദയൊക്കെ വേസ്റ്റാണ്. അദ്വാനിയെ ഫ്രീസറിലിട്ടില്ലേ ഇവര്? അദ്വാനിയെ മ്യൂസിയം പീസാക്കിയില്ലേ? ഈ മുരളി മനോഹർ ജോഷി രണ്ടുപേർക്കും കൊടുത്തത് ഈ തൊടി കയറരുത് എന്ന് പറയുന്നത് അദ്വാനിക്ക് മുരളി മനോഹർ എന്ന് അദ്വാനി അടക്കം ഉയർത്തിപ്പിടിച്ച സംഭവത്തിന്റെ കടിഞ്ഞാണ് ഇട്ടതിന്റെ സംഭവത്തിലാണ് ഇന്ന് BJP അധികാരത്തിലിരിക്കുന്നത്. എന്ത് പങ്കുണ്ട് നരേന്ദ്രമോദിക്ക് അതിൽ? അതിന്റെ കീ റോൾ ആരായിരുന്നു? നരേന്ദ്രമോദിക്ക് എന്ത് റോളാണുള്ളത്? ഗുജറാത്തിലെ തന്നെ കേശുഭായ് പട്ടേൽ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്റ്റോൾവാർട്ട് ലീഡർ അവിടെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ നിഴലിൽ നിന്ന് ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് അന്ന് നരേന്ദ്രമോദി. ഇന്ന് ബാബരി മസ്ജിദ് തകർത്ത് അല്ലെങ്കിൽ ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് വരെയുള്ള പണിയിൽ എന്ത് റോളാണുള്ളത്? അവിടെ റോളുള്ളയാളോട് നിങ്ങൾ ആ തൊടിയിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് എന്ത് അവകാശമാണുള്ളത്? അവരുടെ ഒരു ചരിത്രം അവർ മറന്നു പോകുന്നത് എങ്ങനെയാ? ഇത്തരത്തിലുള്ള ആളുകളെ മ്യൂസിയം പീസാക്കി മാറ്റുന്നത് ദൈവത്തിന് നിരക്കുന്ന പണിയാണോ? ഈ രാമൻ അവരുടെ ദൈവമാണെങ്കിൽ ആ രാമൻ അംഗീകരിക്കും. ദൈവത്തിന് നടക്കുന്ന പരിപാടിയാണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് അവിടെ അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഏതാണ് ചെകുത്താൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥയുള്ളത്. ഇന്ത്യ 2014 മുതൽ ഈ ഇത്ര സമയം ഇന്ത്യ ഭരിച്ചില്ലെങ്കിൽ, നരേന്ദ്രമോദി ആയിരുന്നെങ്കിൽ ഇന്ത്യ തകർന്നു പോയേനെന്നാ പറയുന്നത്. രക്ഷപ്പെട്ടേനെ എന്നുള്ള സാധനം ചെറുതായിട്ടും ചിന്തിച്ചു നോക്കണം നിങ്ങൾ. കാര്യം ഒരു മനുഷ്യന് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറി ഇന്ന് ഇന്ത്യയിൽ. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിലേക്കുള്ള സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുക മോഹൻലാലിനെതിരെ. അപ്പോൾ മോഹൻലാലിനെതിരെ ഇത്രയും അറ്റാക്കുകളൊക്കെ നടക്കുമ്പോൾ നദ്ദ എവിടെ പോയി എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ നദ്ദ എവിടെ പോയി എന്നുള്ളത് ആളുകൾക്ക് പ്രശ്നമല്ല. കേരളത്തിൽ മോഹൻലാൽ എന്തുകൊണ്ട് പോയില്ല എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ പ്രശ്നം. മോഹൻലാൽ തന്ത്രപൂർവമായിട്ട് ഊരിയതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാര്യം അദ്ദേഹം ഊരിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കച്ചവടം പൂട്ടി താക്കോലിട്ട് പോകേണ്ടി വരും. കാര്യം അദ്ദേഹമാണ് ശരിക്കും കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹമാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അതായത് എവിടെ തല വെക്കണോ തല വെക്കരുത് എവിടെ എന്നുള്ളത് വളരെ കൃത്യമായി അറിയുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. അല്ല, അദ്ദേഹം ശരിക്കും പോവാതിരുന്നത് വല്ലാത്ത രീതിയിലേക്കുള്ള, അദ്ദേഹത്തിന് പോകാൻ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി എന്നൊക്കെ പറയുന്നു. പക്ഷെ എങ്കിലും അദ്ദേഹം വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് പറന്നെത്താവുന്ന രീതിയിലേക്ക്, അല്ലെ ചാർട്ടേഡ് ഫ്ലൈറ്റ് റെഡിയാക്കി പുള്ളിക്കാരൻ വരും, അല്ലേ പ്രൈവറ്റ് ഫ്ലൈറ്റ് റെഡിയാക്കിയിട്ട് അദ്ദേഹം വരും. അപ്പൊ അതൊന്നും ക്ഷണം നിങ്ങൾക്ക് തന്നു എന്നതുകൊണ്ട് നിങ്ങൾ അവിടെ പോകണമെന്ന് നിർബന്ധമില്ല. അപേക്ഷ അയച്ച് എനിക്ക് അവിടെ വരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ അപേക്ഷ അയച്ച് അതിനനുസരിച്ച് അനുമതി കത്ത് കിട്ടിയതല്ല. ഒരാൾ നിങ്ങൾക്ക് കത്ത് കൊണ്ടുതരും. നിർബന്ധമില്ല എന്ന് നിങ്ങൾ പറയരുത്. ഞങ്ങൾ നിങ്ങളെ പടം തോൽപ്പിക്കും. അതായത് അവിടെ ഓരോ വാശികളും മനസ്സിലാക്കണം. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കമന്റുകളിൽ കാണുന്നുണ്ട്. അതായത് ഞങ്ങൾ സംഘം നിങ്ങളുടെ പടം നിരസിക്കും, അല്ലെങ്കിൽ സംഘം നിങ്ങളുടെ പടം വിജയിക്കും. കുറച്ചു കഴിഞ്ഞാൽ ഈ മോഹൻലാലിന്റെ അട്ടിപ്പേറവകാശം ഏറ്റെടുത്ത് പറയും. ബാബു അവിടെ സെലിബ്രിറ്റി ഷോ ആണോ നടത്തിയത്? അയോധ്യയിൽ നടന്മാർക്കും മറ്റുള്ള നടന്മാരൊന്നും വിളിക്കേണ്ടതെന്നല്ല, വിളിച്ചോട്ടെ. അവർ പോയില്ലെങ്കിൽ അവർ പോയില്ല, അവർക്ക് പറ്റിയ പോലെ തിരക്കുണ്ടോ? എൻ്റെ ചോദ്യം അതല്ല. പോകേണ്ട ആളാരാ? യഥാർത്ഥത്തിൽ അവിടെ പോകേണ്ട മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ട ആളുകളിൽ പ്രമുഖനാരാ? BJP ഈ വിഷയത്തെ ഇത്തരത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെയൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി ഈ രാജ്യത്താകെ കുട്ടിച്ചോറാക്കി അതിലൂടെ അധികാരത്തിൽ എത്തിപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന നദ്ദ എവിടെ? ബിജെപിക്കാർ മറുപടി പറയണം. എന്തുകൊണ്ട് പോയില്ല? ഈ ചോദ്യത്തിന് BJPക്കാർ മറുപടി പറയണം. ഈ ചോദ്യമല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കേണ്ടത്? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ JP നദ്ദയുടെ ഫേസ്ബുക്ക് പേജിന് ചോട്ടിൽ പോയി ഈ തരത്തിലൊരു ചോദ്യം ഉന്നയിക്കാൻ? നിങ്ങളുടെ പാർട്ടി യോഗത്തിൽ ഉന്നയിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടാവില്ല. അതല്ലേ ചോദിക്കുന്നത്.
എവിടെ പോയി? അദ്ദേഹം ഡൽഹിയിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ, അദ്ദേഹം ഡൽഹിയിലിരിക്കുക. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയട്ടെ, അതായത് കച്ചവടങ്ങൾ നല്ല രീതിയിലേക്ക് ലാഭമായിട്ടുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും, കച്ചവടം നഷ്ടമായാലും പ്രശ്നം ഉണ്ടാവും. കച്ചവടം ലാഭമാകുമ്പോൾ ആരാണ് കച്ചവടം ചെയ്തത് എന്നുള്ള സംഭവം ഉണ്ടാവും. ചിലപ്പോൾ എന്തോ ഒരു പൊട്ടിത്തെറി ശരിക്കും BJP-യിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാര്യം ഇല്ലെങ്കിൽ നദ്ദ ശരിക്കും എന്തുകൊണ്ട് ഡൽഹിയിലിരുന്നു എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. നദ്ദയൊക്കെ വേസ്റ്റാണ്. അദ്വാനിയെ ഫ്രീസറിലിട്ടില്ലേ ഇവര്? അദ്വാനിയെ മ്യൂസിയം പീസാക്കിയില്ലേ? ഈ മുരളി മനോഹർ ജോഷി 2 പേർക്കും കൊടുത്തത് ഈ തൊടി കയറരുതെന്ന് പറയുന്നത് അദ്വാനിക്കും മുരളി മനോഹർ. ആലോചിച്ച് നോക്കൂ. സോമനാഥ് അതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ പാലമ്പൂർ പ്രമേയം BJP അദ്വാനി വാജ്പേയിയിൽ നിന്ന് BJP-യുടെ കടിഞ്ഞാൺ ഏറ്റെടുക്കുന്ന ആ സമ്മേളനത്തിൽ ആ പ്രമേയത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം കുറെ കൂടി ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് സമീപനമൊക്കെയുള്ള കുറെ കൂടി മൃദു രീതിയിൽ ഹിന്ദുത്വവാദി തന്നെയാണ് വാജ്പേയി എങ്കിലും, പക്ഷേ അദ്ദേഹത്തിന് കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതിൽ നിന്ന് കുറച്ചുകൂടി തീവ്രമായ നിലയിലേക്ക് കടിഞ്ഞാൺ ഏറ്റെടുക്കുന്ന തീരുമാനമാണ് പാലമ്പൂർ പ്രമേയം. ഈ പ്രമേയത്തിനോട് കൂടിയാണ് അയോധ്യയിലെ ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥാനത്ത് രാമക്ഷേത്രം പണിയുമെന്ന് പറയുന്ന അജണ്ട BJP ടേക്കപ്പ് ചെയ്യുന്നത്. അതിനുശേഷം അദ്വാനിയുടെ ഒരു കുതിപ്പാണ്, BJP-യുടെയും കുതിപ്പാണ് അതോടൊപ്പം നടക്കുന്നത്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം തുടങ്ങിയ രഥയാത്ര, ആ രഥയാത്ര നിരവധി സംസ്ഥാനങ്ങളിൽ വർഗീയ ലഹളയും കുഴപ്പങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഇന്ത്യയെ നെടുകെ പിളർത്തിക്കൊണ്ട്, ഇന്ത്യയെ ജാതീയമായും മതപരമായും നെടുകെ പിളർത്തിക്കൊണ്ട് കടന്നുപോയ യാത്രയുടെ ഒടുവിലാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചത്. 1992 അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണത്, അതിൻ്റെ ഒരു ഫലമാണ് ഈ പറയുന്ന ബാബരി മസ്ജിദ് ഡിമോളിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അതുവരെ നേതൃത്വം കൊടുത്ത് അതിൻ്റെ പുറത്ത് ധാരാളം കേസുകൾ, എത്രയോ വർഷം കോടതിയിൽ പോയി കേസ് നടത്തിയ ആളാണ് ഈ പറയുന്ന അദ്വാനി, ഈ പറയുന്ന മുരളി. അല്ല, കേസ് നടത്തിയതിനപ്പുറത്തേക്ക് കേസ് വന്ന് ഒരുപാട് കേസിൽ പെട്ട ആളുകളാണ്. എന്തിന്? അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്തോ കാര്യത്തിനാണോ? അല്ല, BJP-യുടെ രാഷ്ട്രീയ അജണ്ട വളർത്താനാണ്. ഇന്ന് അദ്വാനി അടക്കം ഉയർത്തിപ്പിടിച്ച സംഭവത്തിന്റെ കടിഞ്ഞാണ് ഇട്ടതിന്റെ സംഭവത്തിലാണ് ഇന്ന് BJP അധികാരത്തിലിരിക്കുന്നത്. എന്ത് പങ്കുണ്ട് നരേന്ദ്രമോദിക്ക് അതിൽ? അദ്ദേഹം ആ പാർട്ടിയുടെ ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഏൽപ്പിച്ച പണിയെടുത്തിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ കീ റോൾ ആരായിരുന്നു? നരേന്ദ്രമോദിക്ക് എന്ത് റോളാണുള്ളത്? ഗുജറാത്തിലെ തന്നെ കേശുഭായ് പട്ടേൽ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്റ്റോൾവാർട്ട് ലീഡർ അവിടെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ നിഴലിൽ നിന്ന് ഒരു പ്രാദേശിക നേതാവ് മാത്രമാണ് അന്ന് നരേന്ദ്രമോദി. ഈ നരേന്ദ്രമോദിക്ക് ഈ പറയുന്ന ബാബരി മസ്ജിദ് തകർത്ത് അല്ലെങ്കിൽ ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് വരെയുള്ള പണിയിൽ എന്ത് റോളാണുള്ളത്? അവിടെ റോളുള്ളയാളോട് നിങ്ങൾ ആ തൊടിയിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് എന്ത് അവകാശമാണുള്ളത്? ഇങ്ങനെയൊക്കെ മറന്നു പോകാൻ പാടുണ്ടോ BJP-ക്കാർ? ചരിത്രം, അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്തായാലും അവരുടെ ഒരു ചരിത്രമുണ്ടല്ലോ, അവരുടെ ഒരു ചരിത്രം അവർ മറന്നു പോകുന്നത് എങ്ങനെയാ? ഇത്തരത്തിലുള്ള ആളുകളെ മ്യൂസിയം പീസാക്കി മാറ്റുന്നത് ദൈവത്തിന് നിരക്കുന്ന പണിയാണോ? ഈ രാമൻ അവരുടെ ദൈവമാണെങ്കിൽ ആ രാമൻ അംഗീകരിക്കുമോ? ദൈവത്തിന് നടക്കുന്ന പരിപാടിയാണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് അവിടെ അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഏതാണ് ചെകുത്താൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥയുള്ളത്. ആ രീതിയിലാണ് ഇപ്പം ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ധർമ്മമോ നീതിയോ ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും മര്യാദകളോ അവരുടെ ഏതെങ്കിലും നടപടിയുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കൂ, ഇതിൻ്റെ എന്തോ ഒരു തകരാറ് എവിടെയാണ്? ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നറിയില്ല. ഒരു BJP-ക്കാരും മിണ്ടുന്നില്ലല്ലോ. ഈ അദ്വാനിയെയും ഈ പറയുന്ന രീതിയിൽ എടുക്കാത്ത പൈസയാക്കിയതിന് ശേഷവും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഈ പറയുന്ന അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെ അവിടെ മൂലക്കാക്കിയതിന് ശേഷം ആർക്കും ഓർമ്മയില്ല. 2014 ശേഷം ഈ ഇന്ത്യ എങ്ങനെ ഉണ്ടായി വന്നതെന്നാണ് ഇവിടെ BJP-ക്കാർ പോലും വിചാരിക്കുന്നത്. അവർക്ക് ഓർമ്മയില്ല പലതും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തല്ല പല ആളുകളൊക്കെ ചോദിക്കും, ഈ ഇന്ത്യ ഇപ്പോ BJP ഭരിച്ചില്ലെങ്കിൽ നരേന്ദ്രമോദി എന്തായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ എന്നാണ് പറയുന്നത്. അല്ല, ഈ ഒരു അവസ്ഥയ്ക്ക് ഇത്രയും എന്ത് പറയാനാണ്? അതായത് ഇന്ത്യ 2014 മുതൽ ഈ ഇത്ര സമയം ഇന്ത്യ ഭരിച്ചില്ലെങ്കിൽ, നരേന്ദ്രമോദി ആയിരുന്നില്ലെങ്കിൽ ഇന്ത്യ തകർന്നു പോയേനെന്നാ പറയുന്നത്. രക്ഷപ്പെട്ടേനെ എന്നുള്ള സാധനം ചെറുതായിട്ടും ചിന്തിച്ചു നോക്കണം നിങ്ങൾ. കാര്യം ഒരു മനുഷ്യന്, സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറി ഇന്ന് ഇന്ത്യയിൽ. പട്ടിണി സൂചികയിൽ നല്ല രീതിയിലേക്ക് സ്ഥാനത്ത് പിടിച്ചു കയറി. പല ആളുകളും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന രീതിയിലേക്കായി. അപ്പോൾ ഇപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്കായി. എന്തിനേറെ പറയുന്നു, ഈ കോൺഗ്രസ് ആണ് ഇന്ത്യയെ തകർത്തത് എന്ന് ഘോരഘോരം പ്രസംഗിച്ച്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലേക്ക് പോയത്, അവരെ കഷ്ടപ്പെടുത്തിയത് എന്ന് പറയുന്ന രീതിയിലേക്ക് വെറും 367 രൂപ ഗ്യാസിനുണ്ടായിരുന്ന സ്ഥലത്ത് 1180 രൂപ ആക്കി കൊള്ളയടിച്ച് ജനങ്ങളെ പറ്റിച്ചിട്ടും ജനങ്ങൾക്ക്
അവശ്യ സാധന വില കൂടിയതിനെ കുറിച്ച് ചർച്ചയില്ല. വെറും ചർച്ചകൾ, മതം മാത്രമാണ് ചർച്ച, മതം മാത്രമാണ് വളർന്നുള്ളത്. പെട്രോൾ 110 രൂപ. ആ രീതിയിലൊക്കെ ഒന്നും പറയേണ്ട കണ്ടീഷൻ അല്ല ഇത്. ഇതൊന്നും സാധാരണ സാധാരണ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അത്തരം രീതിയിലേക്കാണ് നമ്മുടെ ഇന്ത്യയുടെ വളർച്ച താഴോട്ട് പോയിരിക്കുന്നത്. സാധാരണ അംബാനി, അദാനി ഇത്തരം ആളുകളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ആളുകൾ വളർന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാർക്ക് എന്നും പിച്ചച്ചട്ടി മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഉദ്ദേശിച്ച സാധനം നദ്ദ എവിടെ എന്നുള്ളതാണ്. അപ്പോൾ കാര്യമായ എന്തോ ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് തീർച്ചയായും പ്രകൃതി എന്നുള്ളൊരു സാധനമുണ്ട്. ആ പ്രകൃതിയിൽ ശരിക്കും പ്രകൃതിയിൽ നടത്തേണ്ട സംഭവങ്ങളൊക്കെ ദൈവത്തിനപ്പുറത്തേക്ക് പ്രകൃതി എന്നുള്ള സാധനമുണ്ട്. ആ പ്രകൃതിയിൽ ശരിക്കും നടക്കേണ്ട കാര്യങ്ങളൊക്കെ മുറ പോലെ നടന്നു വരും എന്നുള്ളതാണ് അല്ലേ? അത് പല ആളുകൾക്കും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.